വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ വാണിജ്യ കപ്പൽ അടുക്കുമ്പോൾ പദ്ധതിയിൽ ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ് LDFും UDFും. UDF സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് UDFും തറക്കല്ലിട്ടതുകൊണ്ട് മാത്രം കപ്പൽ ഓടില്ലെന്ന് LDFും വാദിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ വാണിജ്യ കപ്പൽ അടുക്കുമ്പോഴും പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിയുന്നില്ല. നീണ്ട 70 വർഷമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സംസ്ഥാനത്തെ ഭരണാധികാരികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീതി ചില സർക്കാരുകൾ ഉണ്ടാക്കിയെങ്കിലും ഫലവത്തായില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്കായി നിർണായക നീക്കം നടത്തിയതെന്നും തടസ്സങ്ങളെല്ലാം മറികടന്ന പദ്ധതിയെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നുമാണ് UDF നിലപാട്. പദ്ധതിക്കുള്ള കേന്ദ്രാനുമതി, പാരിസ്ഥിതികാനുമതി, ആഗോള ടെൻഡർ എന്നിവയെല്ലാം നടന്നത് ഈ കാലത്താണ്. അന്ന് പദ്ധതിക്കെതിരെ 6000 കോടിയുടെ അഴിമതി ഉന്നയിക്കുകയാണ് LDFും CPIMും ചെയ്തതെന്നും UDF ആരോപിക്കുന്നു. ഇതിൽ അന്വേഷണ കമ്മീഷനെ പോലും നിയോഗിക്കേണ്ടി വന്നു. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണെന്നാണ് LDF വാദം. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പദ്ധതി തുടങ്ങിയതെന്ന വാദം തെറ്റ്. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിക്കായി കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും ആദ്യ ടെൻഡർ നൽകിയത് VS സർക്കാരാണെന്നുമാണ് ഇവരുടെ വാദം. തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണെന്നും പദ്ധതിയുടെ പൂർത്തീകരണം ഇടത് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നുമാണ് LDF വാദം. 24 തിരുവനന്തപുരം.